ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ഊബർ എങ്ങനെയാണ് ബുക്ക് ചെയ്യാൻ നോക്കാം. യൂബർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഓൾറെഡി ലൊക്കേഷൻ ഓണാക്കിയിട്ടേക്കണം, മൊബൈൽ ഡാറ്റ ഓണായിരിക്കണം. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. റെൻ്റൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ റെൻ്റൽസ് ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ വണ്ടി വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി തന്നെ, മനസ്സിലായോ? അങ്ങനെ പല സ്ഥലങ്ങളിൽ നിർത്തി പല സ്ഥലങ്ങളിൽ പോകേണ്ടിയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് റെൻ്റൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഊബർ റെൻ്റൽസ് ആസ് മെനി, എത്ര സ്റ്റോപ്പ് വേണമെങ്കിലും വണ്ടി നിർത്തും. എന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം വേണേൽ വണ്ടി നിർത്തും. ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്യാം. 199 രൂപ ഒരു മണിക്കൂറിന് വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ 5 മണിക്കൂർ ഉടനെ 1000 രൂപ അടുത്താവും. അതാണ് അതിൻ്റെ ഇത്. അത് ബാക്ക് അടിക്കുക. പിന്നെയുള്ള പ്രൊമോയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫേഴ്സൊക്കെ വരുമല്ലോ, കൂപ്പൺ കോഡ് അങ്ങനെ അതൊക്കെ അടിച്ചു കൊടുക്കുക. അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ എടുക്കാനുള്ളതാണ് പ്രൊമോൻ്റെത്. അത് ബാക്ക് അടിക്കുക. ഇനി നിങ്ങൾക്ക് സാധാരണ വേണ്ടെങ്കിൽ വെയർ ടു എന്ന് പറഞ്ഞ് കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. വെയർ ടു എന്ന് പറയുമ്പോൾ ഇപ്പം കൊച്ചിൻ എവിടെ പോവുക, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അടിച്ചു കൊടുക്കാം. ഫോർട്ട് കൊച്ചി ബീച്ച് അടിക്കുന്നത്. ബീച്ച് അടിക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഒരു ഊബർ ഗോ ആണെങ്കിൽ 4 പേര് കയറാം, 923 രൂപ. പിന്നെ ഗോ സെഡാൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇത്, മറ്റേത് ചെറുതായിരിക്കും. ഊബർ ഗോ എന്ന് പറയുന്നത് ചെറുതും വരാം, ചിലപ്പോൾ വലുതും വരും, പറയാൻ പറ്റില്ല. പിന്നെ ഗോ സെഡാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡാൻ ടൈപ്പ്, കുറച്ചുകൂടി നീട്ടം കൂടിയ ടൈപ്പ്, അത് 985 വരും. പ്രീമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്തിയ വണ്ടി ഏതെങ്കിലും വരും, 968. ചിലപ്പോൾ സെഡാനും വരാം, അങ്ങനെയൊന്നുമില്ല. പിന്നെ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ കോമ്പാക്ട് റൈഡ്സ്, ചെറിയ വണ്ടികൾ തന്നെയാണ്. അത് ഗോ സെഡാൻ അഫോർഡബിൾ പ്രൈസാണ്. അത് വലിയ പ്രത്യേകിച്ചൊന്നും നോക്കണ്ട, ഊബർ ഗോ എടുത്താൽ മതി. പിന്നെ ഏറ്റവും വലിയ വണ്ടി വല്ലതും വേണമെങ്കിൽ ഊബർ എക്സൽ എന്ന് പറയുന്നത് എടുക്കാം നമുക്ക്. ഉണ്ടോ ഊബർ എക്സൽ, 6 പേർക്ക് കയറാൻ പറ്റുന്ന വണ്ടിയാണ് അവർ. അങ്ങനത്തെ വണ്ടി എടുക്കണമെങ്കിൽ എടുക്കാം. സ്പെഷ്യൽ ഊബർ ഇൻ്റർസിറ്റി ഫോർ യുവർ ഔട്ട് സ്റ്റേഷൻ ട്രാവൽ നീഡ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ, ഈ സിറ്റി വിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ ഊബർ ഇൻ്റർസിറ്റി എടുക്കാം. ഊബർ ഇൻ്റർസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാർസ് ഇല്ല, എന്താണെന്ന് എനിക്കൊന്നും തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു അവർ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഊബർ ഗോ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഊബർ ഗോ എടുക്കണം, ക്ലിക്ക് ചെയ്യുക. കൺഫേം ഊബർ ഗോ എടുക്കുക. പിക്കപ്പ് പോയിൻ്റ് നമ്മൾ ഒന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ലൊക്കേഷൻ ഓണാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ഭാഗത്തായിട്ടൊരു ഗൺ പോയിൻറ്റിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മളെവിടെ നിൽക്കുന്നതെന്ന് ഓട്ടോമാറ്റിക് ലൊക്കേറ്റ് ചെയ്തോളും. ചൂസ് യുവർ പിക്കപ്പ് ഏരിയ എയർപോർട്ടാണ് കാണിച്ചേക്കുന്നത്. ഞാൻ എയർപോർട്ടിലല്ല, നമ്മൾ കുറച്ചിങ്ങോട്ട് മാറിയിട്ട് എവിടെയാണാവോ, ഡൊമസ്റ്റിക് എയർപോർട്ടാണ് വന്നേക്കണത്. ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചിട്ട് ഊബർ ഗോ, കൺഫേം ഊബർ ഗോ. ഓക്കെ, നമ്മുടെ ഇത് കണ്ടോ, ഇത് എയർപോർട്ടിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ എയർപോർട്ടിൻ്റെ അകത്താണ് നമ്മൾ ഇവിടെ പിക്കപ്പ് കാണിക്കുന്നത്. പക്ഷെ ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിങ്ങൾക്ക് 2 തരത്തിൽ ചെയ്യാം. ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഫോർട്ട് കൊച്ചി ബീച്ച്, അത് എഡിറ്റ് ചെയ്യാം. ബാക്ക് അടിക്കുക. ഇനി എന്താ പറയണ്ടേ, നിങ്ങളുടെ പിക്കപ്പ് ലൊക്കേഷൻ മാറ്റണമെങ്കിൽ ഇത് പിക്കപ്പ് ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതുണ്ടോ, പിക്കപ്പ് ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. കൊച്ചിൻ ഇൻ്റർനാഷണലാണ് കിടക്കുന്നത്. അത് ക്ലിക്ക് ചെയ്തിട്ട് മാരിയട്ട് കോർട്ട്യാർഡ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് വരും എന്ന് തോന്നുന്നു. നോക്കട്ടെ. ഓക്കെ, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചിട്ട് ഇവിടുന്ന് എങ്ങനെ ബുക്ക് ചെയ്താലും എയർപോർട്ടിൻ്റെ അകത്ത് ആ ഒരു ഏരിയയിലേക്കേ പോകുന്നുള്ളൂ.
അപ്പം ബുക്ക് ചെയ്തിട്ട് നമ്മൾ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി എയർപോർട്ടിൻ്റെ അകത്ത് കയറണ്ട, പുറത്താണെന്ന് പറഞ്ഞാൽ മതി. കൺഫേം പിക്കപ്പ് കൊടുക്കുക. അപ്പം കൺഫേം പിക്കപ്പ് കൊടുത്തു കഴിയുമ്പം നിങ്ങൾ മാസ്ക് ഇടണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഇറങ്ങുമ്പോഴും ബാക്ക് സീറ്റിലിരിക്കണം, 2 റൈഡേഴ്സ് മാത്രമേ മാക്സിമം പാടുള്ളൂ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കുറച്ച് ഇൻസ്ട്രക്ഷനാണിത്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ സാധനങ്ങൾ, ബിലോങ്ങിങ്സൊക്കെ, ലഗേജൊക്കെ, എല്ലാ സാധനങ്ങളും നിങ്ങൾ തന്നെ കീപ്പ് ചെയ്യണം, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അവരെ ഒന്നും ഏൽപ്പിക്കാൻ നിൽക്കരുത്. ആപ്പ് വഴി ക്യാഷ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതെന്നാണ് അവർ പറയുന്നത്. എഗ്രി ആൻഡ് റൈഡ്. കൺഫേമിങ് യുവർ ട്രിപ്പ്. ഇപ്പോൾ കൺഫേം ആയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ക്യാൻസൽ ചെയ്യാണ്. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ അത് ആവശ്യമില്ല, ഞാനിത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആക്കിയതാണ്. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ഓൾറെഡി ഏതെങ്കിലും ഒരു ഡ്രൈവർക്ക്, നിങ്ങളുടെ അടുത്തുള്ള ഡ്രൈവർക്ക് ഈ ഇൻഫർമേഷൻ പോയിട്ട് നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും. ഓൾറെഡി കാണാൻ പറ്റും, നമ്പർ ഉണ്ടാവും, ഫോണിൻ്റെ സിമ്പിൾ ഉണ്ടാവും. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ പറയുക ഇന്നവരെ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങോട്ട് വന്നോളും. ഇത് വേറെ എവിടെ, കൊച്ചിയിൽ വേറെ എവിടെയാണെങ്കിലും കറക്റ്റ് പിക്കപ്പ് ലൊക്കേഷൻ വന്നോളും. ഇവിടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് കഴിയുമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.